വെൽക്കം ടു സഫിയർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +2 സുവോളജിയിലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, ഏതൊക്കെയാണ് പലതരത്തിലുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു. വി നോ ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അതിൽ നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണ്, അതിലെ ബാരിയേഴ്സ് എന്താണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി പറഞ്ഞു. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്താണ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ചർച്ച ചെയ്തു. അടുത്തത് ടൈപ്സ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി, എന്താണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ദർ ആർ 2 ടൈപ്സ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. 2 തരത്തിലുള്ള അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. വൺ ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് ദ അതർ ഈസ് പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്, പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. What is the difference between this active immunity and passive immunity? എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, നമ്മൾ പല സ്ഥലങ്ങളിൽ എന്താണ് പല സറൗണ്ടിങ്സുമായിട്ട് നമ്മൾ എപ്പോഴും എക്സ്പോസ്ഡ് ആവുന്നവരാണ് അല്ലെ. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്, എന്താണ് മുറിക്ക് പുറത്തിറങ്ങുന്നവരാണ്. എയറൊക്കെ ആയിട്ടും അതുപോലെ തന്നെ വാട്ടറൊക്കെ ആയിട്ടൊക്കെ നമുക്ക് കോണ്ടാക്ട്, വെള്ളം കുടിക്കുന്നു, പല സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, പല തരത്തിലുള്ള ഫുഡ് കഴിക്കുന്നു, അതുപോലെ തന്നെ പല സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ എന്ത് പറ്റും, അതിലൊക്കെ ചിലപ്പോ എന്താണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് മൈക്രോബ്സ് ഒക്കെ പല വിധത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെ. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ സ്വന്തം ആൾക്കാരല്ല, ദേ ആർ ഫോറിൻ ബോഡീസ്. അവർ ഫോറിൻ ബോഡീസ് ആണ്. അപ്പൊ ആ ഫോറിൻ ബോഡീസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പല കുഴപ്പങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യും, അവന്മാരെ പുറത്തേക്ക് കളയും അല്ലെ. അവന്മാരെ അവിടെ നിന്ന് നശിപ്പിച്ച് കളയാനുള്ള പല മാർഗങ്ങൾ നോക്കും. അതല്ലേ നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ എന്ത് പറയാ, അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ അതില് 2 ടൈപ്പാണ്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും പാസീവ് ഇമ്മ്യൂണിറ്റി എന്നും പറയുന്നത്. ഓക്കെ, അതില് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും ഒരു പാത്തോജൻ പ്രവേശിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഒരു പാത്തോജൻ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതെന്തു ആയിക്കോട്ടെ, ബാക്ടീരിയോ വൈറസോ അങ്ങനെ എന്തു ആയിക്കോട്ടെ, അങ്ങനെ ഒരു പാത്തോജൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ പാത്തോജനെ കൊന്നുകളയാനുള്ള, നശിപ്പിക്കാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡീനെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഒരു പാത്തോജൻ പ്രവേശിക്കുന്നു, ആ പാത്തോജനെ നശിപ്പിക്കാനുള്ള ആന്റിബോഡിയെ ആര് പ്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ബി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞില്ലേ, ആന്റിബോഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നുള്ള സ്ട്രക്ചർ പഠിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രോട്ടീനുകളെ, ആന്റിബോഡീസിനെ നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, അപ്പോൾ ആ ആന്റിബോഡി എന്ത് ചെയ്യും, ഈ ബോഡിയിലേക്ക് പ്രവേശിച്ച ആന്റിജൻസിനെ നശിപ്പിച്ച് കളയും, കൊന്നുകളയും. അപ്പോൾ നമുക്ക് ആ രോഗം ഉണ്ടാവില്ല. അങ്ങനെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. മനസ്സിലായോ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ നമ്മുടെ ബോഡി തന്നെയാണ് ആന്റിജൻസിനെ കൊല്ലാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആന്റിബോഡീസിനെ ഉണ്ടാക്കുന്നതെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഈസ് കോൾഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അടുത്തതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് കുറച്ച് സ്ലോ ആയിരിക്കും. ഓക്കെ, സ്ലോ ആയിരിക്കും. എന്താണ് ബോഡിയിൽ സ്ലോ എന്ന് വെച്ചാൽ വലിയ സ്ലോ അല്ല, വെൻ കമ്പയർഡ് ടു ആ പാസീവ് ഇമ്മ്യൂണിറ്റി സാവകാശമായിരിക്കും ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ആന്റിജൻ വരണം, ആന്റിജനെ വന്നിട്ട് ആ ആന്റിജൻ ഏതാ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ബോഡി തന്നെയാണ് ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് പാസീവ് ഇമ്മ്യൂണിറ്റി. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില എന്താണ് ഫോറിൻ ബോഡീസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു എന്ന് വിചാരിക്കുക. അത് ചിലപ്പോൾ എന്തെങ്കിലും വെനമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയ ആയിരിക്കാം,
അപ്പൊ അങ്ങനെ ഏതെങ്കിലും വൈറസുകളായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രത്യേക പാത്തജൻസ് നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്മാർ ഭയങ്കര ഭീകരന്മാരാണ്. വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ ബോഡീനെ നശിപ്പിക്കാനും നമ്മുടെ ബോഡിയെ വളരെ പെട്ടെന്ന് അവന്മാർ അറ്റാക്ക് ചെയ്ത് കളയും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ ചെയ്യാന്നറിയാമോ? നമുക്ക് ബോഡി സ്വന്തമായിട്ട് ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡി ഈ ടോക്സിക്കിനെ, ഈ പാത്തജനെ റെക്കഗ്നൈസ് ചെയ്ത് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവൻ നമ്മളെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് കളയും. അപ്പൊ അത്ര ഒരു സമയം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രീഫോംഡ്, നമ്മൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ലബോറട്ടറീസിലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആന്റിബോഡിനെ നമ്മൾ ഇഞ്ചക്ട് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റിക്ക് വിളിക്കുന്ന പേരാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും ഒരു പാത്തോജൻ നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്യും. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അത് ഏതെങ്കിലും ഒരു ആന്റിജൻ അല്ലെങ്കിൽ ഒരു പാത്തോജൻ നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അവർ ഭയങ്കര മാസീവ് അറ്റാക്ക് നടത്തുന്നവരാണ്, ഭയങ്കര ഭീകരന്മാരായിട്ടുള്ളവരാണ്. അപ്പൊ അവര് നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ബോഡിക്ക് സ്വന്തമായിട്ട് ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാവകാശം പോലും ഉണ്ടാവില്ല. അതിനു മുമ്പ് ചിലപ്പോൾ ആള് മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ മറ്റു വലിയ കോംപ്ലിക്കേഷൻസിലൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പാത്തജൻസിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ചില റെഡിമെയ്ഡ് ആന്റിബോഡീസിനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രിപ്പയർ ചെയ്ത റെഡിമെയ്ഡ് ആന്റിബോഡീസിനെ നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുക, ബോഡിയിലേക്ക് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ആ റെഡിമെയ്ഡ് ആന്റിബോഡീസ് എന്ത് ചെയ്യും? ഈ ആന്റിജൻസിനെ നശിപ്പിച്ച് കളയും. നമുക്കതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. Such type of immunity is called passive immunity. Okay, so ഇവിടെ antibodies are produced by body. Active immunity എന്ന് പറയുന്നത് ആന്റിബോഡീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ബോഡി തന്നെയാണ്. പക്ഷെ ഇവിടെ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ്? ആന്റിബോഡീസ് എങ്ങനെയാണ് റെഡിമെയ്ഡ് ആക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആളാണ്. റെഡിമെയ്ഡ് ആക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആന്റിബോഡീസിനെ നമ്മൾ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. When a host is exposed to antigen which may be in the form of living or dead microbes or other proteins, antibodies are produced in the host body. Host body എന്ന് വെച്ചാൽ നമ്മളെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് such type of immunity is called active immunity. നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും ഒരു ആന്റിജൻ, അത് എങ്ങനെയുള്ള ആന്റിജൻ ആയിരിക്കാം? അത് in the form of living, ഒന്നെങ്കിൽ ഇത് ലിവിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെഡ് മൈക്രോബ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോട്ടീൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആന്റിബോഡീസ് ആയിരിക്കാം. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാർ ആരെങ്കിലും നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ വന്നാൽ എന്ത് ചെയ്യും? ദ ആന്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹോസ്റ്റ് ബോഡി. എന്ത് ചെയ്യും? നമ്മുടെ ബോഡി തന്നെ ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഈസ് സ്ലോ ആൻഡ് ടേക്സ് ടൈം ടു ഗീവ് ഇറ്റ്സ് ഫുൾ ഇഫക്റ്റീവ് റെസ്പോൺസ്. അപ്പൊ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് ഒരു കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമല്ല, ഇങ്ങനെയാണ് നോർമലി സംഭവിക്കുക. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ആന്റിജൻ വന്നിട്ട് അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ഏത് ആന്റിജൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആന്റിബോഡിയെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് സ്ലോ ആയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ്. വളരെ പെട്ടെന്നുള്ള ഒരു മാസീവ് ആക്ടിങ് ആയിരിക്കില്ല, വളരെ സാവകാശം എന്ന് വെച്ചാൽ വളരെ ഗ്രാജുവലി വളരെ സ്ലോ എന്നല്ല ഉദ്ദേശിക്കുന്നത്, സാവകാശം പതിയായിരിക്കും അത് ബോഡിയിലേക്ക് വരികയും നമ്മുടെ ഫുൾ റെസ്പോൺസ്, എഫക്റ്റീവ് റെസ്പോൺസ് ഉണ്ടാകുന്നത് വളരെ പതുക്കെ ആയിരിക്കും, സാവകാശം ആയിരിക്കും. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇൻജക്ടിങ് ദ മൈക്രോബ്സ് ഡെലിബറേറ്റ്ലി ഡ്യൂറിങ് ഇമ്മ്യൂണൈസേഷൻ ഓർ ഇൻഫെക്ഷസ് ഓർഗാനിസംസ് ഗെയിനിങ് ആക്സസ് ഇൻറ്റു ബോഡി ഡ്യൂറിങ് നാച്ചുറൽ ഇൻഫെക്ഷൻ ഇൻഡ്യൂസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അത് നമ്മൾ അടുത്ത സെറ്റില് വാക്സിനേഷൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും പാത്തജൻ ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും, അതിനെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. അത് സ്ലോ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഫുൾ റെസ്പോൺസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് വേണം? കുറച്ച് സമയം എടുക്കുന്നുള്ളതാണ്. ഓക്കെ, then what is passive immunity? നമ്മൾ നോക്കുന്നത് പാസീവ് ഇമ്മ്യൂണിറ്റി എന്താണെന്നാണ് അടുത്ത് നോക്കുന്നത്. when ready-made antibodies are directly given to protect the body against the foreign agents, it is called passive immunity. എന്ത് ചെയ്യുന്നു? ആന്റിജൻസിനെ അല്ലെങ്കിൽ ഫോറിൻ ബോഡീസിനെ
നശിപ്പിച്ച് കളയാൻ വേണ്ടി അല്ലെങ്കിൽ ഫോറിൻ ബോഡീസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസിനെ നമ്മൾ ഡയറക്റ്റ്ലി ഇഞ്ചക്ട് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇഞ്ചക്ഷൻ ഒന്നും ആവണമെന്നൊന്നും ഇല്ല കേട്ടോ, അത് നമ്മൾ പല രീതിയിൽ നമ്മൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് മനസ്സിലായല്ലോ. ചില പാത്തജൻസിനെ നമ്മുടെ ബോഡിയുടെ സിസ്റ്റംസിനെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിനെയോ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ വളരെ പെട്ടെന്ന് പോയി അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ മരണപ്പെട്ടു പോകാൻ തന്നെ കാരണമാവും അങ്ങനെയുള്ള ഫോറിൻ ഏജൻസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് സ്ലോ ആയിട്ട് ആക്ട് ചെയ്താൽ പോരാ, പെട്ടെന്ന് തന്നെ അവന്മാരെ കൊന്നു കളഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പാസീവ് ഇമ്മ്യൂണിറ്റി വരുന്നത്. ഈ പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ടി എടുക്കാന്ന് കേട്ടിട്ടുണ്ടാവും. എടുക്കാന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ ടി എടുക്കാന്ന് പറയും. നമുക്കിപ്പോൾ എന്തെങ്കിലും കയ്യിലൊരു മുറിവ് വന്നെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വീണു വിചാരിക്കുക, അല്ലെങ്കിൽ കത്തി കൊണ്ട് മുറിഞ്ഞു, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള വൂണ്ടുകൾ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ നമുക്ക് സംഭവിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ വൂണ്ടുകൾ വന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വന്നു ഒക്കെ വരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു കയ്യിലൊരു മുറിവ് സംഭവിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ചെറിയൊരു ബാൻഡേഡ് ഒക്കെ വെച്ച് കെട്ടിവെക്കും അല്ലെ. ഇപ്പൊ ബാൻഡേഡ് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവനൊരു തുണിയെങ്കിലും ഉപയോഗിച്ച് നമ്മൾ കെട്ടിവെക്കും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാ? പൊടിയൊന്നും അടിക്കാതിരിക്കാനാണ് അല്ലെ അമ്മയൊക്കെ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പൊടി അടിക്കും, അത് പഴുക്കും എന്നൊക്കെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലെ. പക്ഷെ അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ തുണി കൊണ്ട് പൊതിഞ്ഞു വെക്കാൻ അല്ലെങ്കിൽ ബാൻഡേജ് നമ്മൾ ഒട്ടിച്ചു വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, ഒരു മുറിവ് സംഭവിച്ചു, ഒരു ഹോസ്പിറ്റലിൽ ചെന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഡോക്ടർ എന്ത് ചോദിക്കും? എന്നാണ് ലാസ്റ്റ് ആയിട്ട് ടി എടുത്തതെന്ന് ചോദിക്കും അല്ലെ. അപ്പോൾ പറയും കുറച്ച് നാളായി, കുറേ വർഷങ്ങളായി എന്ന് പറയും. എന്നാൽ പിന്നെ നമുക്കൊരു ടി എടുത്തേക്കാന്ന് പറയും. ഒരു ടി എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണെന്നറിയുമ്പോൾ ടിയുടെ ഫുൾ ഫോം എന്താ? ടെറ്റനസ് ടോക്സോയിഡ് എന്നാണ് ടിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ടെറ്റനസ് ടോക്സോയിഡ് ടു പ്രിവെന്റ് ദ ടെറ്റനസ് ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ ബാക്ടീരിയ കോൾഡ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. അതായത് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറഞ്ഞ അപ്പൊ നമ്മൾ അതൊന്ന് മനസ്സിലാക്കുക. എന്തിനാണ് നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ചെറിയ മുറിവാ അല്ലെ, 2 ദിവസം ചെറിയ മുറിവുള്ളൂ, ഒരു കുഞ്ഞു മുറിവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ വാഷ് ചെയ്താണ് എന്നൊക്കെ. അപ്പൊ പിന്നെ എന്തിനാ ടി എടുക്കുന്നത്? നമ്മൾ ആലോചിച്ചു, ചെറിയ മുറിവൊക്കെ കാണുള്ളൂ, എന്തിനാ ടി എടുക്കുന്നത്? അപ്പോൾ അതിന്റെ കാരണമാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. നമുക്കൊരു ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറഞ്ഞിട്ടൊരു ബാക്ടീരിയ ഉണ്ട്. അവൻ നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടെറ്റനസ് എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെറ്റനസ് എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കും. എന്താണ് ഈ ടെറ്റനസ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവൻ നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നത്? നോർമലി സാധാരണ രീതിയിൽ ഇവൻ ഓപ്പൺ ആയിട്ടിരിക്കുന്ന വൂണ്ടിലൂടെയാണ് ഈ ക്ലോസ്ട്രീഡിയം ടെറ്റനി പ്രവേശിക്കുക. നമ്മുടെ കയ്യോ കാലോ എവിടെയെങ്കിലൊക്കെ മുറിഞ്ഞു എന്ന് വിചാരിക്കുക, നമ്മളത് കെട്ടിവെച്ചില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബാൻഡേജ് ഉപയോഗിച്ചില്ലെന്ന് വിചാരിക്കുക. എന്ത് പറ്റും? ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന വൂണ്ടിലൂടെ ഇവൻ നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കാനും ബ്ലഡ് സർക്കുലേഷനിൽ എത്താനും ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇവൻ നേരെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്കൊക്കെ പോകും. ബ്ലഡിലൂടെ ചെന്ന് നേരെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലൂടെയൊക്കെ പോവുകയും നെർവസ് സിസ്റ്റത്തിനെയും അല്ലെങ്കിൽ സെല്ലുകളെയൊക്കെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ അത് ഗുരുതരമായിട്ടുള്ള വളരെ കോംപ്ലിക്കേഷനിലായിട്ടുള്ള ടെറ്റനസ് എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഓപ്പൺ ആയിട്ടൊരു വൂണ്ട് വന്നാൽ നമുക്കറിയില്ലല്ലോ അത് ഓപ്പൺ വൂണ്ടായിരുന്നു, അങ്ങനെ ഈ ടി അകത്തേക്ക് കയറിയൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ മുറിവാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഓപ്പൺ വൂണ്ടാണെങ്കിൽ പോലും ടി എടുത്തിട്ട് കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ ടി എടുക്കാൻ ഡോക്ടർമാരെ പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായി? അപ്പോൾ ഓപ്പൺ വൂണ്ടിലൂടെ ക്ലോസ്ട്രീഡിയം ടെറ്റനി ഉള്ളിലേക്ക് കയറാനും അവൻ സർക്കുലേഷനിലൂടെ ചെന്ന് ബ്രെയിനിനെ ബാധിക്കാനും ടെറ്റനസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാക്കാനും കാരണമാവും. ഓക്കെ, അതാണ് നമ്മൾ ടി. അപ്പോൾ ടി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ക്ലോസ്ട്രീഡിയം ടെറ്റനി അതെങ്ങനെയാണ് ഒരു പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആവുന്നത്? ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബോഡി തന്നെ ആന്റിബോഡിനെ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ എന്ന് ചിന്തിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം അവൻ മാസമായിട്ട് അവൻ പെട്ടെന്ന് തന്നെ സർക്കുലേഷനിലേക്ക് ചാടി കടന്നിട്ട് ബ്രെയിനിനെ ബാധിക്കുക എന്നുള്ളതാണ് അവന്റെ ഇഷ്ടപ്പെട്ട പരിപാടി. അതുകൊണ്ട് ആ ആന്റിബോഡി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ചിലപ്പോൾ നമ്മളെ ഗുരുതരമായിട്ടുള്ള കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോയേക്കാം, അല്ലെങ്കിൽ ടെറ്റനസ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ കാരണമായേക്കാം.
ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ TT എടുക്കുന്നത്. മനസ്സിലായി? അപ്പൊ അത് എന്താണ്, ഒരു പാസീവ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ആന്റിബോഡിയാ ഈ TTയിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. മറ്റൊന്നാണ് സ്നേക്ക് വെനം, പാമ്പിന്റെ വിഷം, പാമ്പ് വിഷം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ആരെങ്കിലും പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് ഫസ്റ്റ് എയ്ഡുകളൊക്കെ ചെയ്യും അല്ലെ. അതിനുശേഷം നമുക്കറിയാം പാമ്പ് എന്താണ്, നമുക്ക് നമ്മുടെ ചുറ്റുപാടും പോയിസണസ് സ്നേക്കും ഉണ്ട്, നോൺ പോയിസണസ് സ്നേക്കും ഉണ്ട് അല്ലെ. നമ്മുടെ കേരളത്തിലൊക്കെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നോൺ പോയിസണസ് സ്നേക്ക് ഏതൊക്കെയാണ്? ബംഗാരസ്, അതുപോലെ തന്നെ വൈപ്പർ, കോബ്ര അല്ലെ. ഇങ്ങനെയുള്ള ഒരുപാട് മൂർഖനും അണലിയും ശംഖുവരേനൊക്കെ പോലെയുള്ള ഒരുപാട് വിഷമുള്ള പാമ്പുകളുണ്ട്. ഇങ്ങനെയുള്ള പാമ്പുകൾ എന്താണ്, നമ്മളെ ബൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്നേക്ക് ബൈറ്റ് നമ്മളെ കടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവന്മാര് വിഷം കുത്തിവെക്കും അല്ലെ. ആ വെനം, അതാണ് നമ്മൾ വെനം എന്ന് പറയുന്നത്. ആ വെനം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ എന്താണ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കാം, നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കാം, സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കാം. വളരെ പെട്ടെന്ന് തന്നെ പ്രധാനപ്പെട്ട ഈ സിസ്റ്റത്തിനെയൊക്കെ ബാധിച്ച് ആള് മരണപ്പെട്ടു പോകാൻ കാരണമാവും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു പാമ്പിന്റെ കടി ഏറ്റു കഴിഞ്ഞാൽ ഈ വെനം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്, ബോഡി തന്നെ ആന്റിബോഡിനെ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ആ ബോഡി ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ വളരെ ഇരട്ടി വേഗത്തിലായിരിക്കും ഇവൻ പോയിട്ട് ഈ റെസ്പിറേറ്ററിയും ന്യൂറലും സർക്കുലേറ്ററി സിസ്റ്റത്തിനെയൊക്കെ ബാധിക്കും, മരിച്ചു പോകാനൊക്കെ കാരണമാവുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവർ ആന്റിവെനം എടുക്കും അല്ലെ. ആന്റിവെനം അല്ലെങ്കിൽ ആന്റിവെനം എന്ന് പറഞ്ഞിട്ട് ആന്റിവെനം നമുക്ക് വരും. അപ്പൊ ആന്റിവെനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആന്റിബോഡിയാ. ആ പാമ്പിനെ എന്താണ്, പാമ്പിന്റെ വിഷം നിർവീര്യമാക്കി കളയാനുള്ള, ന്യൂട്രലൈസ് ചെയ്യാനുള്ള, നിർവീര്യമാക്കി കളയാനുള്ള ഒരു ആന്റിബോഡിയാ നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും ഏത് രൂപത്തിൽ വരുന്നതാണ്? പാസീവ് ആണ് അല്ലെ. നമ്മുടെ ബോഡി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. എന്താണ്, ആർട്ടിഫിഷ്യലി നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് സ്നേക്ക് വെനം എന്ന് പറയുന്നത്. അതും എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ മറ്റൊന്നാണ് കൊളോസ്ട്രോം എന്ന് പറയുന്നത്. കൊളോസ്ട്രോം IgG എന്ന് പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബുലിൻ. അതായത് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു. IgA എന്നുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ, IgG, IgE, IgM എന്നൊക്കെ പറഞ്ഞ പല ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻസിനെ കുറിച്ച് പഠിച്ചു അല്ലെ. അതിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ടതാണ് IgAയും IgG എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, അതായത് ആന്റിബോഡീസ് ആണ്. അതായത് ഈ ആന്റിബോഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡി സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, സിന്തസൈസ് ചെയ്യുന്നതല്ല. പകരം നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? അമ്മയിൽ നിന്നും കിട്ടുന്നതാണ്. ഓക്കെ, അതായത് കൊളസ്ട്രോം ഫ്രം ദ മദർ. നമ്മൾ കൊളസ്ട്രോം എന്താ, നമ്മൾ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. പാർച്ചുറേഷൻ കഴിഞ്ഞതിന് ശേഷം ലാക്ടേഷൻ തുടങ്ങുമ്പോൾ എന്താണ്, ആഫ്റ്റർ പാർച്ചുറേഷൻ ആദ്യത്തെ ഒരു 6-7 ദിവസങ്ങളിലേക്കുള്ള ആ മിൽക്കിന്റെ അകത്ത്, ആ ഫസ്റ്റ് മിൽക്കിന്റെ അകത്ത് അതിനെ നമ്മൾ കൊളസ്ട്രോം എന്ന് വിളിക്കുന്നത്. ആ മിൽക്കിന്റെ അകത്ത് എന്തുണ്ട്? വളരെയധികം ധാരാളമായിട്ട് എബണ്ടന്റ് ആയിട്ട് IgA എന്ന് പറഞ്ഞ ആന്റിബോഡി കാണപ്പെടുന്നുണ്ട്. ഉണ്ടോ? അപ്പൊ അത് നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നതല്ല. എവിടെ നിന്ന് കിട്ടും? മദറിന്റെ ബ്രസ്റ്റ് ഫീഡിങ് നടക്കുമ്പോൾ മദറിന്റെ മിൽക്കിൽ നിന്ന് നമുക്ക് IgA എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആന്റിബോഡി നമുക്ക് ബോഡിയിലേക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അതാണ് കൊളസ്ട്രോം. അപ്പൊ മനസ്സിലായില്ല, അത് പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് ഉദാഹരണമല്ലേ. അടുത്ത IgG, അതായത് എന്താണ്, നമ്മുടെ ഫീറ്റസ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റൽ സ്റ്റേജിൽ എന്താണ്, മദറും ഫീറ്റസും തമ്മിലുള്ള ഫിസിയോളജിക്കൽ കണക്ഷനെയാണ് നമ്മൾ പ്ലാസന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മദറിന്റെ ബോഡിയിൽ നിന്നും IgG എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്ലാസന്റ് ക്രോസ് ചെയ്ത് എന്താണ്, എംബ്രിയോയുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഭ്രൂണത്തിന്റെ ശരീരത്തിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അമ്മയിൽ നിന്നും അമ്മയുടെ പ്ലാസന്റ് ക്രോസ് ചെയ്ത് IgG എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ നമുക്ക് കിട്ടുന്നുണ്ട്, കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഇൻ ദി എംബ്രിയോണിക് ഡെവലപ്മെന്റൽ സ്റ്റേജ്. അപ്പം അതും എന്താണ്, നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യുന്നതല്ല, നമുക്ക് മദറിൽ നിന്നും പ്ലാസന്റ് വഴി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ പാസീവ് ഇമ്മ്യൂണിറ്റി എന്താണ്? റെഡിമെയ്ഡ് ആന്റിബോഡി, നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാർഗ്ഗമാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ TT. ഓക്കെ, ടെറ്റനസ് ടോക്സോയിഡ്, TT ഇഞ്ചക്ഷൻ എടുക്കാന്ന് കേട്ടിട്ടില്ലേ? അതാണ്. പിന്നെന്താണ്? സ്നേക്ക് വെനമാണ്. അതുപോലെ തന്നെ എന്താണ്, IgA എന്ന് പറയുന്നത്, IgG എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിൾസ്. അടുത്ത ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇമ്മ്യൂണൈസേഷൻ ആൻഡ് വാക്സിനേഷൻ. വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. എന്താണ് വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലെ, വാക്സിനേഷൻ. പ്രത്യേകിച്ച് നമ്മുടെ എന്താണ്, കോവിഡ് പാൻഡമിക് ഒക്കെ വന്ന സമയത്ത്
നമ്മൾ എന്താണ് കോവിഡിന് വാക്സിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ചിരിക്കുമായിരുന്നു അല്ല, വാക്സിൻ പോലും കണ്ടുപിടിച്ചിട്ടില്ല, ഇത് വന്നാൽ ആളുകൾ മരിച്ചു പോകും, ആളുകളിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ഒരു പതറ്റിക് സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് ആ ഒരു കോവിഡ് ടൈം എന്ന് പറയുന്നത് അല്ലെ. കുറച്ച് നാള് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, നമ്മുടെ സയൻസ് കൊറോണ വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ COVID-19 എന്ന് പറഞ്ഞ വാക്സിനൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു അല്ലെ, വാക്സിനേഷൻ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്താണ് ഈ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് നമുക്ക് ഈ വാക്സിനേഷൻ എടുത്താൽ രോഗം വരാതിരിക്കുന്നു? നമ്മൾ ഏതൊക്കെയാ വാക്സിനേഷൻ എടുക്കുന്നത് നമുക്കറിയാലോ അല്ലെ. പോളിയോ വാക്സിനേഷൻ എടുക്കുന്നുണ്ട്, DPT വാക്സിനേഷൻ എടുക്കുന്നുണ്ട് അല്ലെ, അങ്ങനെ ഒരുപാട് വാക്സിനേഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഇതിന്റെ സയൻസ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രോഗം വരില്ല എന്ന് പറയുന്നത്? ഓക്കെ, അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. അതായത് ഇമ്മ്യൂണൈസേഷനും വാക്സിനേഷൻ എന്ന് പറഞ്ഞാല്, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാല് ദ പ്രോസസ് ബൈ വിച്ച് എ പേഴ്സൺ ഈസ് മെയ്ഡ് റെസിസ്റ്റന്റ് ടു എ ഡിസീസ് ടിപ്പിക്കലി ബൈ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ വാക്സിൻ. ശരിക്കും ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചാൽ, ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താണ്? രോഗപ്രതിരോധ ശേഷി അല്ലെ. അപ്പൊ ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുക, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുക എന്നൊക്കെയാണ് എന്ത് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഇമ്മ്യൂണൈസേഷൻ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരാൾക്ക് രോഗത്തിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ രോഗത്തിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഉണ്ടാവുന്ന പ്രക്രിയ, അല്ലെങ്കിൽ പ്രക്രിയയ്ക്ക് പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരാൾക്ക് ഒരു ഇൻഡിവിജ്വലിലെ ഒരു വ്യക്തിക്ക് എന്താണ് ഒരു പ്രത്യേക തരത്തിലുള്ള രോഗത്തിനെ തടയാനുള്ള ആ ഒരു കഴിവ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് എങ്ങനെയാണോ തടയുന്നത്, ആ ഒരു പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഇമ്മ്യൂണൈസേഷൻ. അത് എങ്ങനെയായിരിക്കും ഇമ്മ്യൂണൈസേഷൻ സാധാരണ ഉണ്ടാവുക? ടിപ്പിക്കലി ബൈ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ വാക്സിൻ. സാധാരണ നമ്മൾ വാക്സിൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമ്മൾ രോഗപ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി അക്വയർ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇനി എന്താണ് വാക്സിൻ. വാക്സിനേഷൻ എന്താ? അപ്പോൾ വാക്സിൻ നൽകുക അല്ലെ, തുള്ളിമരുന്നൊക്കെ പോലെ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പോലെയൊക്കെ നമുക്ക് വാക്സിൻ ഒക്കെ തരാറില്ലേ. അപ്പോൾ വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വാക്സിൻ? വാക്സിൻ എന്ന് പറഞ്ഞാൽ എ ബയോളജിക്കൽ പ്രിപ്പറേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ആക്റ്റീവ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ടു എ പർട്ടിക്കുലർ ഡിസീസ്. ഓക്കെ, അപ്പോൾ വാക്സിൻ എന്ന് പറഞ്ഞാല് ഒരു ബയോളജിക്കൽ പ്രിപ്പറേഷൻ, അല്ലാതെ നമ്മൾ എന്താ പറയാ ഫിസിക്കലി കാണുന്ന കുറെ സാധനങ്ങളൊക്കെ മുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഒരു വണ്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ, അല്ലെങ്കിൽ മെഷീൻസ് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മെറ്റൽ ഉപയോഗിച്ചോ അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കുന്ന ഒരു എക്യുപ്മെന്റോ സാധനമൊന്നും അല്ല വാക്സിൻ എന്ന് പറയുന്നത്. വാക്സിൻ എന്താണ്? ഒരു ബയോളജിക്കൽ പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, വാക്സിൻ ഒരു ബയോളജിക്കൽ പ്രിപ്പറേഷൻ ആണ്, അതായത് ഓർഗാനിസത്തിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് വാക്സിൻ. അതാണ് ബയോളജിക്കൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് പ്രൊവൈഡ്സ് ആക്റ്റീവ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി ടു എ പർട്ടിക്കുലർ ഡിസീസ്. ഒരു രോഗത്തിന് ഒരു ആക്റ്റീവ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി നൽകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബയോളജിക്കൽ പ്രിപ്പറേഷൻ വിളിക്കുന്ന പേരാണ് വാക്സിൻ. വാക്സിന്റെ ഹിസ്റ്ററി ഒക്കെ, കൗപോക്സ് വാക്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ടാവും. ആ പഴയ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് വാക്സിനേഷന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. That is, principle of immunization or vaccination is based on the property of memory of the immune system. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് അറിയാമോ? ഈ വാക്സിനേഷന്റെ പ്രിൻസിപ്പൽ, അല്ലെങ്കിൽ വാക്സിനേഷൻ എന്ന് പറഞ്ഞൊരു ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ മെമ്മറിയെ ബേസ് ചെയ്തിട്ടാണ്. മെമ്മറി എന്താണ്? ഓർമ്മ. മെമ്മറി എന്താന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഏതെങ്കിലും പ്രൈമറി റെസ്പോൺസ് എന്താന്ന് പറഞ്ഞു, സെക്കൻഡറി റെസ്പോൺസ് എന്താന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്തജൻ നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്താൽ ആദ്യം കൊടുക്കുന്ന റെസ്പോൺസ് ആണ് പ്രൈമറി റെസ്പോൺസ്. ആ പ്രൈമറി റെസ്പോൺസ് ചിലപ്പോൾ ഫുള്ളി എഫക്റ്റീവ് ആവണം എന്നില്ല. ചിലപ്പോൾ നമുക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു, നമുക്ക് രോഗം വന്നുപോയി. പിന്നെ വീണ്ടും അതേ പാത്തജൻ തന്നെ നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ എന്ത് ചെയ്യും? ബോഡി ഭയങ്കര ശക്തമായിട്ട്
എന്താണ് ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സെക്കൻഡറി റെസ്പോൺസ്. അപ്പൊ ആ സെക്കൻഡറി റെസ്പോൺസ് നടക്കാൻ കാരണം എന്താണ്? ആദ്യം ഇവൻ നമ്മുടെ ബോഡീനെ വന്ന് അറ്റാക്ക് ചെയ്തു എന്ന് നമ്മുടെ ബോഡിക്ക് മനസ്സിലായതുകൊണ്ട് അവനത് ഓർത്തു വെച്ചു, മെമ്മറി ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മെമ്മറി ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. അങ്ങനെ മെമ്മറി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. മനസ്സിലായോ? ഇനി ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ വാക്സിനേഷനിൽ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്, പോളിയോ നമുക്ക് അറിയാവുന്ന വാക്സിനേഷൻ അല്ലെ, പോളിയോ വാക്സിൻ ഒക്കെ, പൾസ് പോളിയോ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? പോളിയോ, DPT അല്ലെ, അങ്ങനെയൊക്കെ നമുക്കറിയാം. ഡിഫ്തീരിയ, പെർച്ചൂസിസ്, ടെറ്റനസ്, BCG എന്നൊക്കെ പറഞ്ഞ് കുറെ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ വാക്സിനേഷൻ ഒക്കെ നമുക്ക് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും എന്താ നമ്മൾ ഈ വാക്സിനേഷനിൽ ചെയ്യുന്നത്? നമുക്ക് ഏത് രോഗത്തിനെ തടയാനാണോ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് പോളിയോ എന്താണ് മൈലിറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. പോളിയോ മൈലിറ്റിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പോളിയോ എന്ന് പറഞ്ഞൊരു വൈറസ്, അതൊരു വൈറസ് ആണ്. ആ പോളിയോ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും അത് നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലുകയും ബ്രെയിനിൽ ചെന്നിട്ട് ബ്രെയിനിന്റെ നമ്മുടെ മസ്കുലാർ മൂവ്മെന്റ് ഒക്കെ നടത്തുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തിനെയൊക്കെ അറ്റാക്ക് ചെയ്യും. നമുക്ക് കയ്യോ കാലോ ഒക്കെ ഒന്നും നമുക്ക് അങ്ങനെ അനക്കാനൊക്കെ പറ്റാത്ത നമ്മുടെ മൂവ്മെന്റിനെയൊക്കെ ബാധിക്കുന്ന ഒരു തരം ശരിക്കും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ് നമ്മൾ പോളിയോ മൈലിറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പോളിയോ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്, പോളിയോ വാക്സിൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ? ആക്ച്വലി ഈ പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ അകത്ത്, ആ വാക്സിനേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മളെ കൊടുക്കുന്ന ഡ്രോപ്സിൻ്റെ അകത്ത് ഈ പോളിയോയുടെ അതായത് പോളിയോ മൈലിറ്റീസിന് കാരണമാകുന്ന ആരാണ്? പോളിയോ വൈറസ് ആണ് അല്ലെ, പോളിയോ വൈറസ്. അപ്പൊ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വാക്സിൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബയോളജിക്കൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞില്ല, അപ്പൊ പോളിയോ വാക്സിൻ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആ പോളിയോയുടെ വൈറസിനെ തന്നെയാണ്. ഓക്കെ, പോളിയോ വാക്സിൻ ഉണ്ടാക്കാൻ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പോളിയോയുടെ വൈറസിനെ തന്നെയാണ്. ആ പോളിയോ വൈറസ് എന്താ ലൈവായിട്ടുള്ളതാണോ? അല്ല. എന്തിനായിരിക്കും അറിയുമോ? ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ വീക്കെൻഡ് അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ളത്. പോളിയോ ഇനാക്ടിവേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്കെൻഡ് അതിന് ബോഡീനെ അറ്റാക്ക് ചെയ്യാൻ നമ്മുടെ ഒരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബോഡീനെ ഒന്നും ഉപദ്രവിക്കാൻ പറ്റാത്ത വീക്കെൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ചത്ത പോളിയോ വൈറസിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അതായത് പോളിയോ വാക്സിൻ എന്ന് പറയുമ്പോഴത്തേക്കും ചത്ത പോളിയോ വൈറസ് ഉപയോഗിച്ചാണ് നമ്മൾ പോളിയോ വാക്സിൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണെന്നറിയാമോ? അപ്പോൾ നമ്മൾ ഈ പോളിയോ വാക്സിൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ചത്ത പോളിയോ വൈറസ് എടുക്കുന്നു, അത് ഉപയോഗിച്ച് നമ്മൾ വാക്സിൻ ഉണ്ടാക്കുന്നു. ആ വാക്സിൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യും അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ബോഡിയിലേക്ക് ഈ പോളിയോ വൈറസ്, അതായത് ഒരു ഫോറിൻ വൈറസ് പാത്തജൻ നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഏത് ഫോറിൻ സബ്സ്റ്റൻസ് വന്നാലും നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്ന പറഞ്ഞത്, അതിനെ റെക്കഗ്നൈസ് ചെയ്യും. ആ റെക്കഗ്നൈസ് ചെയ്യുന്നതനുസരിച്ച് എന്തുണ്ടാക്കും, പ്രൈമറി റെസ്പോൺസ് ഉണ്ടാക്കും അല്ലെ. അപ്പൊ ചത്തതാണോ ജീവനുള്ളതാണോ എന്നൊന്നും നമ്മുടെ ബോഡിക്ക് അറിയില്ല. അവൻ എന്ത് ചെയ്യും, ബോഡിയിലേക്ക് എപ്പോൾ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് അവനൊരു പ്രൈമറി റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ പ്രൈമറി റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പക്ഷെ നമുക്ക് രോഗം വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഡെഡ് ആയിട്ടുള്ള പോളിയോനല്ലേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് രോഗം വരത്തില്ല. പക്ഷെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ഈ വന്ന വൈറസിനെ അല്ലെങ്കിൽ ഈ വന്ന പാത്തോജനെ, പോളിയോ വൈറസിനെ ഇവൻ ഓർത്തു വെക്കും, മെമ്മറിയിൽ അവൻ ഓർത്തു വെക്കും. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും നമ്മളിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക്, പോളിയോ കൊടുത്തിരിക്കുന്ന ആ കുട്ടിയിലേക്ക് എപ്പോഴെങ്കിലും അവന്റെ ലൈഫ് ടൈമിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈവ് ആയിട്ടുള്ള ഒരു പോളിയോ വൈറസ് പ്രവേശിച്ചു എന്ന് വിചാരിക്കുക. നമ്മുടെ ബോഡിയുടെ ഉള്ളിലെത്തും അല്ലെ. ആ ഉള്ളിലെത്തുമ്പോൾ എന്ത് പറ്റും, ബോഡി പ്രൈമറി റെസ്പോൺസ് നടത്തി ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട്. ഇനി അടുത്ത എന്തായിരിക്കും, സെക്കൻഡറി റെസ്പോൺസ് നടത്തും. അപ്പൊ സെക്കൻഡറി റെസ്പോൺസ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത്, സ്ട്രോങ് ആയിരിക്കും അല്ലെ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെക്കൻഡറി റെസ്പോൺസ് വഴി ഉറപ്പായിട്ടും ഈ പോളിയോ വൈറസിനെ അവൻ കൊന്നുകളയും, നമ്മുടെ ബോഡി നശിപ്പിച്ച് കളയും, നമുക്ക് രോഗം വരാതെ നമ്മളെ സംരക്ഷിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള റെസ്പോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുണ്ടാവില്ല, പിന്നീട് നമുക്ക് ഈ രോഗം വരില്ല. അതാണ് നമ്മൾ വാക്സിനേഷന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണ് ഒന്നാമത് നോക്കൂ, ഇൻ വാക്സിനേഷൻ preparation of antigenic proteins of pathogen or inactivated weakened pathogen are introduced into the body അല്ലെ. എന്താണ്, ഡെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ആയിട്ടുള്ള
അതുപോലെ തന്നെ അല്ലെങ്കിൽ വീക്കൻഡ് ആയിട്ടുള്ള ഒരു പാത്തോജനെ നമ്മുടെ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദ ആന്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോഡി അഗെയിൻസ്റ്റ് ദീസ് ആന്റിജൻസ് വുഡ് ന്യൂട്രലൈസ് ദ പാത്തോജനിക് ഏജൻസ് ഡ്യൂറിങ് ആക്ച്വൽ ഇൻഫെക്ഷൻ. എന്തായിരിക്കും? അതായത് ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ഇനി ഉറപ്പായിട്ടും അപ്പം ആദ്യം നമ്മളൊരു ഡെഡ് ആയിട്ടുള്ള പോളിയോ വൈറസിനെ ഇൻജെക്ട് ചെയ്തു. അപ്പോൾ ഒരു പോളിയോ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നു. ആ വൈറസിനെ ഡെഡ് ആയിട്ടുള്ള പോളിയോ വൈറസ് ആണ്. അപ്പൊ ഡെഡ് ആയിട്ടുള്ള പോളിയോ വൈറസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പ്രൈമറി റെസ്പോൺസ് ഉണ്ടാക്കുന്നു. ആ പ്രൈമറി റെസ്പോൺസ് ഉണ്ടാക്കുന്നു. അത് ഡെഡ് ആയതുകൊണ്ട് നമുക്ക് രോഗമൊന്നും വരില്ല. പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫ് ടൈമിൽ ഏതെങ്കിലും ഒരു സമയത്ത് ലൈവായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈവായിട്ടുള്ള ഒരു പോളിയോ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യുന്നു? സെക്കൻഡറി റെസ്പോൺസ്, അതായത് മോർ ആക്റ്റീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്ത് ഇവന്മാരെ കൊന്നുകളയും, നശിപ്പിച്ചു കളയും. അതാണ് അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ വാക്സിനേഷൻ. അപ്പോൾ വളരെ ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലൈഫ് ടൈമിൽ മുഴുവൻ നമ്മൾ സഫർ ചെയ്യേണ്ടതായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ എടുക്കുന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നത്. നമുക്കറിയായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പോളിയോ ഉണ്ടാവും, DPT ഉണ്ടാവും, BCG, ഇതൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമുകളാണ് അല്ലെങ്കിൽ വാക്സിനേഷൻ ഒക്കെ കൊടുക്കുന്നതാണ്. കൊറോണ വാക്സിനേഷൻ ഒക്കെ നമുക്ക് അറിയാമല്ലോ. ഇത്രയുമാണ് നമ്മൾ വാക്സിനേഷനെ കുറിച്ച് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ദി വാക്സിൻസ് ഓൾസോ ജനറേറ്റ് മെമ്മറി B and T cells that recognize the pathogen quickly on subsequent exposure and overwhelm the invaders with a massive production of antibody. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വാക്സിൻ ഉണ്ടാവുന്നു. ഒറിജിനൽ ആയിട്ടുള്ള ഒരു വാക്സിൻ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ വാക്സിൻ അല്ലെങ്കിൽ ആ ഉള്ളിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ വാക്സിൻ എന്താ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത്? മെമ്മറി അല്ലെ, ജനറേറ്റ് മെമ്മറി. അതായത് ബിയും ടിയും ലിംഫോസൈറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ വാക്സിൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട്, ബോഡിയിലേക്ക് നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട്, ലൈവായിട്ടുള്ള ഒരു പാത്തജൻ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്തജൻ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മുടെ ബോഡി എന്താ ചെയ്യുന്നത്? B and T ലിംഫോസൈറ്റുകളെ മെമ്മറിയിൽ നിന്നും റെക്കഗ്നൈസ് ചെയ്തിട്ട് ഓർത്തെടുത്തിട്ട് ബിയും ടിയും ലിംഫോസൈറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ആക്ട്സ് ക്വിക്കലി, എന്ത് ചെയ്യുന്നു? വളരെ പെട്ടെന്ന് വേഗത്തിൽ ആക്ട് ചെയ്യുന്നു. ഓൺ സബ്സീക്വന്റ് എക്സ്പോഷർ ആൻഡ് ഓവർവെം ദ ഇൻവേഡേഴ്സ്. വളരെ വളരെ ക്വിക്കായിട്ട് ആക്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻവേഡേഴ്സിനെ, അതായത് പാത്തജൻസിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിച്ച് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ആൻഡ് വാക്സിനേഷൻ നോക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ബോഡിക്ക് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇമ്മ്യൂണൈസേഷൻ ആൻഡ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ചില രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷനും വാക്സിനേഷൻ എന്നും പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്താണ്, അതുപോലെ തന്നെ അതിലെ ഡിഫറെന്റ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് എന്താണ്, പാസീവ് ഇമ്മ്യൂണിറ്റി എന്താണ്, അതിന്റെ എക്സാമ്പിൾ എന്താണ്, വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.